നിസാന്റെ ടെറാനോ ഉണ്ട്, അതേപോലെ തന്നെ XUV W8 അല്ലേ വരുന്നത്, അതേപോലെ തന്നെ എക്സ്റ്റർ വരുന്നുണ്ട്, ഡസ്റ്റർ വരുന്നുണ്ട്. ഏതാണ് ഫസ്റ്റ് കാണിക്കേണ്ടത്? ഇനി അതേപോലെ തന്നെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ചെറുവണ്ടികളുണ്ട്. നമുക്കിപ്പോൾ കസ്റ്റമേഴ്സ് ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ബെനിഫിറ്റ് ഞങ്ങൾ കൊടുക്കുന്നത്? നമ്മൾ 2019 മോഡൽ വണ്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം വാറണ്ടി, കമ്പനി വാറണ്ടി ഉണ്ട്. 1 ഇയർ റൂൾസ് റെസ്റ്റന്റ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ 2 വർഷത്തെ വാറണ്ടി തരണമെങ്കിൽ ഏകദേശം 140 ചെക്ക് പോയിന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടി ഇവിടെ എത്തുന്നത്. കാരണം അത്രക്കും ക്ലീനും വണ്ടിയാണ്. കാരണം വണ്ടി ഇവിടെ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അടുത്ത ദിവസം തന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരണക്കാണ്ടി നല്ലത് 2 വർഷത്തെ വാറണ്ടിയോട് കൂടി വണ്ടി എടുക്കുന്നതല്ലേ. അത് എത്രത്തോളം മാക്സിമം ലോണാണോ? മാക്സിമം നമുക്ക് കസ്റ്റമർ പ്രൊഫൈൽ നോക്കിയിട്ട് ഫുൾ ഫണ്ടിങ് ചെയ്യാം. ഫുൾ ഫണ്ടിങ് ആണ് ചെയ്യാം. അതായത് ഒരു ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി എടുക്കുന്ന അതേ ലെവലിൽ നമ്മൾ വണ്ടി ഇറക്കാം. അതെ, നമ്മൾ സർവീസ് കഴിഞ്ഞിട്ടാണ് ഡെലിവറി ചെയ്യാം. സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഹിസ്റ്ററിയുള്ള വണ്ടികളാണ് ഫുള്ളുള്ളത്. ഓക്കെ. ഈ ഒരു എക്സ്റ്റർ ഒക്കെ ഏതാ മോഡൽ വരുന്നത്? ഇത് 2023 മോഡൽ. 2023 എക്സ്റ്റർ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ വരുന്നത് SX. ഓൺഷിപ്പ് ഫുൾ ഓപ്ഷൻ, സിംഗിൾ ഓൺഷിപ്പ്, സൺറൂഫ് വരുന്ന ടൈപ്പ്. സൺറൂഫ് SX ഫുൾ ഓപ്ഷനിൽ ഏറ്റവും ടോപ്പ് എൻഡ് SX ഓപ്ഷനിലാണ്. SX അതിന്റെ തൊട്ട് താഴെ വരുന്നത്. കിലോമീറ്ററോ? 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്താണോ? ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ശരിയാണൊക്കെ പക്കാണ്. ഒരു 20,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. 2023 മോഡൽ പെട്രോള്. ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര? നമുക്ക് 740 കൊടുക്കാം. 740 ഫൈനൽ ആയിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നെക്സ്റ്റ് ഡസ്റ്റർ ഏതാ മോഡൽ വരുന്നത്? 2019 മോഡൽ. 2019 2 വർഷത്തെ വാറന്റി എന്തായാലും കൊടുക്കും. ഓൺഷിപ്പ് ആയിരുന്നത് സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 54,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട്. 85 അല്ലേ വരുന്നത്? 85. റീപ്ലേസ് എന്താണ്ടോ? ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. കുഴപ്പമില്ല. ഡസ്റ്ററൊക്കെ അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു വണ്ടിയാണ്. അത് 85 ആകുമ്പോൾ ഒന്നും കൂടി മാർക്കറ്റ് കൂടുതലാണ്. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് 740 കൊടുക്കാം. 740 കൊടുക്കാം. ഫുൾ ഓൺ മാക്സിമം ഫണ്ടിങ്. അതായത് സിവിൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഫുൾ ഓൺ ആണ് മാക്സിമം ചെയ്ത് കൊടുക്കാം. നമുക്ക് മാക്സിമം ഫണ്ടിങ് തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ XUV W8 അല്ലേ വരുന്നത്? W8 2020 മോഡൽ. 2020 W8 പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. ഓൺഷിപ്പ് ആയിരുന്നത്? സിംഗിൾ ഓൺഷിപ്പ് തന്നെ. സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏതാ മോഡൽ പറഞ്ഞേ? W8 2020. 2020 W8 വെറും 24,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? ഇല്ല, ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. പക്ക ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ നമുക്കിത് 770 കൊടുക്കാം. 7,70,000 ഫുൾ ഓൺ. ഫുൾ ഓൺ മാക്സിമം ഫണ്ട് മാക്സിമം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു കാറൻ ബൈക്ക് ഷോറൂം കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? നമ്മൾ കണ്ണൂർ SN കോളേജ്. കണ്ണൂർ SN കോളേജ്. അത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറങ്ങിയിട്ട് കണ്ണൂർ SN കോളേജ് തോട്ടടാന്ന് അടിച്ചാൽ മതി. അവിടെ കാറൻ ബൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്ലാറ്റിനം ഡ്രൈവ് അല്ലേ? കണ്ണൂർ പ്ലാറ്റിനം ഡ്രൈവ് കാറൻ ബൈക്ക് അടിച്ചാൽ മതി. ഇത് ഏതാ മോഡൽ വരുന്നത്? ഡസ്റ്റർ. ഇത് 2017. ടെറാനോ അല്ലേ? സോറി, ഡസ്റ്റർ അല്ല, ടെറാനോ. ടെറാനോ ഏതാ മോഡൽ വരുന്നത്? 2017 മോഡൽ. 2017. അതെ, സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 75,000 ഓടിയിട്ടുള്ളൂ. ഒരു 70,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് വിൻഷീൽഡ് മാത്രമുണ്ട്. ബോണറ്റ് അങ്ങനെയല്ല, വിൻഷീൽഡ് മാത്രം. വിൻഷീൽഡ് മാത്രം. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്കിത് 6,10 കൊടുക്കാം. 6,10,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫണ്ടിങ് കസ്റ്റമർ പ്രൊഫൈൽ നോക്കിയിട്ട് മാക്സിമം ഫണ്ടിങ്. ഐറ്റം ഏതാ മോഡൽ വരുന്നത്? 2018 മോഡൽ. ഡീസലോ പെട്രോളോ? പെട്രോൾ ആണ്. പെട്രോൾ 2018 അല്ലേ? സ്പോർട്സ്. ഓൺഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓൺഷിപ്പ് വരുന്നുണ്ട്. കിലോമീറ്ററോ? കിലോമീറ്റർ 82,000 ഓടി. എത്ര? 82. റീപ്ലേസ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? നമുക്ക് 4,75 കൊടുക്കാം. 4,75 ഫുൾ ഓൺ കയറോ? ഫുൾ ഓൺ നോക്കാം. നമുക്ക് മാക്സിമം ഞാൻ കസ്റ്റമർ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ഒരു 40,000 ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. ഓക്കെ. ഇത് വാറന്റി ഉണ്ടോ? ഇത് ഒരു കൊല്ലം എഞ്ചിൻ 2018 ഒരു കൊല്ലം എഞ്ചിനീയർ ഗിയർ ബോക്സ് വാറന്റി ഉണ്ട്. പിന്നെ റോഡ് അസിസ്റ്റന്റ് ഉണ്ട്. 1 ഇയർ റോഡ് നമ്മൾ എടുത്ത് കൊടുക്കുന്ന എല്ലാ വണ്ടിക്കും RSA പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഈ ജാസ് ഡീസലോ പെട്രോളോ? പെട്രോൾ ജാസ്. ഏതാ മോഡൽ വരുന്നത്? 2017 മോഡൽ. 2017 ജാസ്. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓൺഷിപ്പ് ആണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി. നീറ്റ് അത്യാവശ്യം. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 64,000 കിലോമീറ്റർ. 64,000 കിലോമീറ്റർ. 2017 മോഡൽ. 2017 വാറന്റി ഇല്ല തോന്നുന്നല്ലേ? ഉണ്ട്, വാറന്റി. ഒരു കൊല്ലം എഞ്ചിനീയർ ബോക്സ് വാറന്റി ഉണ്ടല്ലേ? ഓക്കെ. ലാസ്റ്റ് ഫൈനൽ എത്ര? നമുക്ക് 4,50 കൊടുക്കാം. 4,50,000. 4,50 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫണ്ടിങ്. ഓക്കെ. ഈ ഒരു ഐറ്റന്റെയോ? ഡീസലോ പെട്രോളോ? ഏതാ? ഇത് പെട്രോളോ ഡീസലോ? ഇത് പെട്രോൾ ആസ്റ്റ 2018 മോഡൽ. സിംഗിൾ 2018 ആസ്റ്റ സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 59,000 ഓടി. 59,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? നമുക്കിത് 5,50 കൊടുക്കാം. 5,50. ഹിസ്റ്ററി 5,50. ഹിസ്റ്ററി എല്ലാം പ്രോപ്പർ ഉള്ള വണ്ടി. പക്കാണ്. ഓക്കെ. ആ ഒരു വെർണ ഡീസൽ പറഞ്ഞാണ്. ഡീസൽ വെർണ ഏതാ മോഡല്? 2016 മോഡല്. 2016 ഡീസൽ വെർണ. ഓൺഷിപ്പ് വരുന്നത്?
സെക്കൻഡ് ഓൺഷിപ്പ് ആണ് വരുന്നത്. എങ്ങനെ സെക്കൻഡ് ഓൺഷിപ്പ്. കിലോമീറ്ററോ? കിലോ 84,000 രൂപ ഡീസലാണ്. റിപ്പീസ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. ഹിസ്റ്ററി ഞങ്ങൾക്ക് പക്കാണ്. ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര? നമുക്കിത് 5,20 കൊടുക്കാം. 5,20,000 മാക്സിമം ലോണും ചെയ്തു. മാക്സിമം ഫണ്ടിങ്. ഓക്കെ. ഈ സെലേരിയ ഏതാണുള്ളൂ? സെലേരിയോ 2018 മോഡൽ. 2018 ക്രോസ് ആണ്. സെലേരിയ ക്രോസ് ആണ് വരുന്നത് അല്ലേ? ഓക്കെ. മാനുവൽ തന്നെ? മാനുവൽ. സിംഗിൾ ഓൺഷിപ്പ്? സിംഗിൾ ഓൺഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്ററോ? 60,000 ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ. നമുക്ക് ഇത് 4,20 കൊടുക്കാം. 4,20,000. നമ്മൾ വരുന്നത് 2018 എക്സെറ്റ് വേരിയന്റ്. ഓൺഷിപ്പോ? ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 60,000. 60,000. റീപ്ലേസ് എന്താണോ? റീപ്ലേസ്മെന്റ് ബാക്ക് ഡിക്കി വർക്ക് എടുത്താണ്. ഗ്ലാസ് ഇല്ല, ബാക്ക് ഡിക്കി മാത്രം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് സ്പെഷ്യൽ റേറ്റിന് കിട്ടും. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഇത് ആൾട്ടോ 800 ഏതാ മോഡൽ വരുന്നത്? ആൾട്ടോ 2016 മോഡൽ. 2016. ഓൺഷിപ്പ്? സെക്കൻഡ് ഓൺഷിപ്പ്. കിലോമീറ്ററോ? 60,000 ഓടി. റീപ്ലേസ് എന്താണോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2016 മോഡൽ ആൾട്ടോ 800 വരുന്നുണ്ട്. കിഡ് ഏതാ മോഡൽ വരുന്നത്? കിഡ് 2020 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി 48,000 ഓടിയിട്ടുള്ളൂ. 2020 സിംഗിൾ ഓൺഷിപ്പ് 48,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും. ഹിസ്റ്ററി കാണാൻ പക്കാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. മറ്റേ മാക്സിമം ഫുൾ ഓൺ ചെയ്തു. മാക്സിമം ഫുൾ ഓൺ ചെയ്തു. 2020 മോഡലല്ലേ? 2020 മോഡല്. നെക്സ്റ്റ് 2020 അൾട്രോസ്. 2020 അൾട്രോസ് എക്സി. ഒരു ടൈമിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്ത ഒരു വണ്ടിയായിരുന്നു. ഒരു ചിപ്പിന്റെ പ്രശ്നം വന്ന ടൈമിന്. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 60,000. റീപ്ലേസ് എന്താണോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും. റീപ്ലേസ് ഒന്നുമില്ല. മാക്സിമം പൊട്ടിച്ച റേറ്റ് കൊടുക്കും. മാക്സിമം പൊട്ടിച്ച റേറ്റ്. ഓക്കെ. ഈ ഒരു കൈകറോ? കൈകർ 2022 മോഡൽ. 2022 കൈകർ. പെട്രോളോ ഡീസലോ? പെട്രോൾ. ഓൺഷിപ്പ്? സിംഗിൾ ഓൺഷിപ്പ് തന്നെ. കിലോമീറ്ററോ? കിലോമീറ്റർ 64,000. റീപ്ലേസ് എന്താണോ? ഇല്ല, റീപ്ലേസ്മെന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ വണ്ടിയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഫുള്ള് കാണിച്ചിട്ടുണ്ട്. നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? കണ്ണൂർ തോട്ടട എസ് എൻ കോളേജിന്റെ അടുത്ത്. കണ്ണൂർ തോട്ടട എസ് എൻ കോളേജിന്റെ അടുത്ത്. പ്ലാറ്റൻ ഡ്രൈവ് കാറമ്പൈക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മതി. ലൊക്കേഷൻ അടിച്ചാൽ മതിയല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അടിച്ചാൽ മതി. മാക്സിമം റേറ്റ് കുറച്ച് ഫുൾ ഓണിൽ വരുന്ന വണ്ടികളാണുള്ളത്. 2 വർഷത്തെ വാറന്റിയോട് കൂടിയാണ് തരുന്നത്. അതുൽ ബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അടിയിൽ എന്തായാലും നമ്പർ കൊടുക്കുക. നിങ്ങൾ വിളിച്ചോളി. 2 വർഷത്തെ വാറന്റി 1 ഇയർ റോഡ് അസിസ്റ്റൻ്റ് ആണ് തരാൻ പോകുന്നത്. ഏകദേശം 140 ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വണ്ടി നിങ്ങളെ കയ്യിലേക്ക് കിട്ടുന്നത്.